സോളാർ ചാർജ് കൺട്രോളറിലെ SOC സ്റ്റേറ്റ് ഓഫ് ചാർജ് ഇൻഡിക്കേറ്റർ ബാറ്ററിയുടെ സ്റ്റേറ്റ് ഓഫ് ചാർജാണ് കാണിക്കുന്നത്. ആ പച്ച കത്തി നിൽക്കുന്ന സൂര്യചിഹ്നം സോളാറിൽ നിന്ന് കറണ്ട് ഇതിലേക്ക് വരുന്നുണ്ടെന്നുള്ളതാണ്. അതിൻ്റെ ഇപ്പുറത്തെ ചിഹ്നമാണ് ബാറ്ററിയുടെ സ്റ്റേറ്റ് ഓഫ് ചാർജ് ഇൻഡിക്കേറ്റർ. അതായത് ഇതാണ് സ്റ്റേറ്റ് ഓഫ് ചാർജ് ഇൻഡിക്കേറ്റർ. ഇത് സോളാർ പാനലിൽ നിന്ന് നന്നായിട്ട് കറണ്ട് വരുന്നുണ്ട് എന്ന് കാണിക്കുന്നതാണ്. ഇത് ഞാൻ എൻ്റെ റേഡിയോ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓണാക്കുമ്പോൾ എത്ര വോൾട്ടേജ് ഉണ്ടെന്ന് കൃത്യമായിട്ട് കാണാൻ പറ്റും. കണ്ടില്ലേ, 13.9. കൂടുതൽ ലോഡ് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഡ്രെയിൻ ചെയ്ത് വരുമ്പോൾ അതിനനുസരിച്ചിട്ട് കളർ മാറും. ഒരു മഞ്ഞയാവും കുറേ പവർ കുറയുമ്പോൾ. പിന്നെ വല്ലാണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ചുവപ്പാവും. ചുവപ്പാവുന്ന സമയത്ത് ഇതിലേക്ക് വല്ല ഇൻവെർട്ടർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, സെൻസിങ് ഉള്ള ഇൻവെർട്ടർ ആണെങ്കിൽ അത് കട്ട് ഓഫ് ആവും, അലാം അടിക്കുകയും ചെയ്യും, കണ്ടിന്യൂസ് ബീപ്പ് ഉണ്ടാവും. പിന്നെ ഈ സോളാർ സിഗ്നൽ വരുന്നത് ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കത്തിക്കുന്നുണ്ട്. നല്ല വെയിലുള്ള സമയമായതുകൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കണം. അധികവും സമയത്ത് ഞാനിവിടെ ബ്ലിങ്കിങ് ആയിട്ടാണ് കാണാറ്. അപ്പോൾ ഇപ്പോൾ ബ്ലിങ്കിങ് ഇല്ലാതെ ഫുള്ളായിട്ട് കത്തി വെക്കുന്നത് അത്യാവശ്യം നല്ല ചാർജിങ് നടക്കുന്നതുകൊണ്ടായിരിക്കണം. അപ്പോൾ ബാറ്ററിയിലും നല്ല ചാർജ് ഉണ്ടല്ലോ. കുറച്ച് നേരത്തെ നോക്കിയപ്പോൾ 14.1 വോൾട്ടൊക്കെ കണ്ടു. റേഡിയോ ഓണാക്കി കഴിഞ്ഞ് രണ്ടാമത് ഓണാക്കിയപ്പോൾ 13.9 ആയി. ഇൻവെർട്ടർ ഓണാക്കി. ഒരു 1150 വാട്ടിൻ്റെ ഇൻവെർട്ടറാണ്. അത് ഓണാക്കി കഴിഞ്ഞപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ആ സോളാർ ഇൻഡിക്കേറ്റർ ഫുൾ കത്തി വെക്കുന്നത് ബാറ്ററി ഫുൾ ചാർജ് ആയ സമയത്ത് ഇങ്ങോട്ട് കറണ്ട് ഒഴുകാത്തതുകൊണ്ടാണെന്ന് മനസ്സിലായി. ഇൻവെർട്ടറിൽ കറണ്ട് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അത് ബ്ലിങ്കിങ് തുടങ്ങി. അപ്പോൾ ചാർജിങ് നടക്കുന്നുണ്ട്. നേരത്തെ ചാർജിങ് നടക്കുന്നില്ല, പക്ഷേ സോഴ്സ് ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതിൽ നിന്ന് പച്ച ഫുള്ളായിട്ട് കത്തി വന്നാൽ ഇനി ഇങ്ങോട്ട് ചാർജ് ചെയ്യാൻ സ്കോപ്പില്ല, ബാറ്ററി ഫുള്ളി ചാർജ്ഡാണ്. ഇവിടെ പച്ചയാണല്ലോ കാണിക്കുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഫാൻ ഞാൻ ഓണാക്കിയിട്ടുണ്ട് ഇൻവെർട്ടർ വെച്ചിട്ട്. അത് 70 വാട്ടേ ഉള്ളൂ. എന്നാലും അപ്പോൾ കുറച്ച് കറണ്ട്, പിന്നെ ഇൻവെർട്ടറിൽ കുറച്ച് ലോസ് ഉണ്ടാവുമല്ലോ, അതും യൂസ് ചെയ്യുന്നുണ്ടാവുമല്ലോ.